ഒരു കമ്പനിയിൽ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു നല്ല ജോലി ആഗ്രഹിച്ച് നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ 10 വാക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ആളുകൾ അപേക്ഷിക്കാറുണ്ട്. അതിലേറ്റവും നല്ല 10 പേരെ സെലക്ട് ചെയ്യാനായിരിക്കും ഇൻ്റർവ്യൂ ബോർഡ് എപ്പോഴും പരിശ്രമിക്കുക. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഏറ്റവും മനോഹരമായ 10 പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ, ഏറ്റവും കഴിവുറ്റ 10 പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇൻ്റർവ്യൂവിൽ നമുക്ക് നേടാനുള്ള, ഇൻ്റർവ്യൂവിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത നിലനിർത്തുന്ന 3 ഘടകങ്ങളുണ്ട്. ഒരു ഇൻ്റർവ്യൂ ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ സി ആവണം എന്നാണ് പറയുക. എന്താണ് സി? സി ഫോർ കോൺഫിഡൻറ്റ്. രണ്ടാമത്തത് ഇ ആണ്. ഇ സ്റ്റാൻഡ്സ് ഫോർ എനർജറ്റിക്. മൂന്നാമത്തത് ഇ സ്റ്റാൻഡ്സ് ഫോർ എൻതൂസിയാസ്റ്റിക്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മൾ എങ്ങനെ ആവണം? കോൺഫിഡൻ്റ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, എൻതൂസിയാസ്റ്റിക് ആയിരിക്കണം. എന്താണ് കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുന്നത്? നമ്മൾ ഏത് ഇൻ്റർവ്യൂവിനാണോ പോകുന്നത് ആ മേഖലയിൽ, നമ്മൾ ഇൻ്റർവ്യൂ ഹാജരാകുന്ന, നമ്മൾ അപേക്ഷിക്കുന്ന ആ മേഖലയിൽ നമ്മൾ അറിവുള്ള ആളായിരിക്കണം. ആ അറിവ് പറഞ്ഞു കൊടുക്കാനുള്ള, ആ അറിവ് പ്രകടിപ്പിക്കാനുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. രണ്ടാമത് പറഞ്ഞത് എന്താണ്? എനർജറ്റിക് ആവുക എന്നുള്ളതാണ്. സ്മാർട്ടായിരിക്കണം. ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മൾ ഉറക്കം തൂങ്ങി കഞ്ഞി കുടിക്കാത്തവനെ പോലെ ഇരിക്കരുത്. അവിടെ സ്മാർട്ടായി ചുറുചുറുക്കോടെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. എനർജറ്റിക് ആയിരിക്കണം. മൂന്നാമത്തത് എൻതൂസിയാസ്റ്റിക്. സ്ഥിരോത്സാഹിയെ പോലെ ആയിരിക്കണം നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ഇരിക്കേണ്ടത്. അപ്പോൾ ഫുട്ബോൾ കളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗോൾ കീപ്പർ ഓരോ ബോള് ഷൂട്ട് ചെയ്യാൻ, തൻ്റെ എതിരാളി ബോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി ആ ബോള് പിടിക്കാൻ വേണ്ടി അയാൾ എത്രമാത്രം ഉത്സാഹത്തിലാണോ ആ ഗോൾ പോസ്റ്റ് കാത്ത് സൂക്ഷിക്കുന്നത്, അതേ ഉത്സാഹത്തിലായിരിക്കണം ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചോദ്യങ്ങളെ നമ്മൾ എതിരിടേണ്ടത്. അപ്പോൾ കോൺഫിഡൻ്റ് ആവുക, എനർജറ്റിക് ആവുക, എൻതൂസിയാസ്റ്റിക് ആവുക. ആ ജോലി കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് എപ്പോഴും കൂടുതലായിരിക്കും.